ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഇടയ്ക്കൊരു മധുരം കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കൂടാതെ ഇതിലേക്ക് ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും തന്നെ ആവശ്യമില്ല. നല്ല പഴുത്ത മാമ്പഴവും കൂടെ ബ്രെഡോ ബിസ്ക്കറ്റോ കേക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മാംഗോ പുഡിങ്ങാണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. ഇതിലേക്ക് ഒരു മാമ്പഴം നല്ല പേസ്റ്റ് പോലെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് വേറെ പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മാമ്പഴം എടുക്കുമ്പോൾ നല്ല മധുരമുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, എങ്കിലേ നല്ല ടേസ്റ്റിൽ കിട്ടുകയുള്ളൂ. ഞാനിവിടെ നല്ല മധുരമുള്ള മാമ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ക്രീമിനും മാമ്പഴത്തിനൊക്കെ നല്ല മധുരമുള്ളത് കൊണ്ട് നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ക്രീം മിക്സാക്കി വെച്ചതിന് ശേഷം ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നുണ്ട്. ഞാനിവിടെ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ബ്രെഡ് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. 3/4 കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാരയും ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബിസ്ക്കറ്റ് നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഗ്യാപ്പുള്ള സ്ഥലത്ത് കുറച്ച് ബിസ്ക്കറ്റ് കൂടി പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീം ഇട്ട് കൊടുക്കാം. ക്രീം ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ലെയറായിട്ടാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇതിൻ്റെ സൈഡിലേക്ക് കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള മാംഗോ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് സെറ്റായിട്ട് വരുന്നത് വരെ ഫ്രിഡ്ജിൽ വയ്ക്കാം. നല്ലതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം വേണം കേട്ടോ കഴിക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മാംഗോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. പുഡിംഗ് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. മാമ്പഴം എടുക്കുമ്പോൾ മധുരമുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയ പുളിയുള്ളതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പുഡിങ്ങിന് ഒരു പുളിരസം വരും. അപ്പോൾ നമുക്ക് ഇത്ര ടേസ്റ്റ് കിട്ടില്ല. ഇത് സെറ്റായി എടുക്കാൻ മാത്രമാണ് കേട്ടോ ടൈം എടുക്കുന്നുള്ളൂ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ഞെക്കണം കേട്ടോ. പിന്നെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.